നമസ്കാരം. സുഹേൽസ് മാത്സ് വേൾഡിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിട്ടുള്ളത് ആൾജിബ്രയുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ആൾജിബ്രയിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് റിംഗ്സ് ആൻഡ് ഫീൽഡ് എന്ന് പറയുന്ന ചാപ്റ്റർ ആയിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ കഴിഞ്ഞ എപ്പിസോഡോട് കൂടെ നമ്മൾ റിംഗ് എന്ന് പറയുന്ന ടോപ്പിക് അവസാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഫീൽഡുകളെ കുറിച്ചാണ്. എന്താണ് ഫീൽഡ്? അപ്പോൾ ആ ഫീൽഡിലോട്ട് നമ്മൾ കടക്കുകയാണ്. റിംഗ് പറഞ്ഞു കഴിഞ്ഞ ശേഷം മാത്രം നമുക്ക് ഫീൽഡ് പറയാൻ കഴിയും. ഓക്കെ, അപ്പൊ നമുക്ക് എന്താ ഫീൽഡ് എന്ന് നോക്കാം. ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ആദ്യം റിംഗ് എന്ന് പറഞ്ഞു നോക്കാം. ഓക്കെ, റിംഗ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഒരു 3 കണ്ടീഷൻസ് നമുക്ക് അല്ലെങ്കിൽ 3 ആക്സിയംസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന നോൺ എംപ്റ്റി സെറ്റ് വിത്ത് 2 ബൈനറി ഓപ്പറേഷൻസ് അല്ലെ. അല്ല നമ്മള് പ്ലസ് ഡോട്ട് എന്ന് പറയുന്ന 2 സിമ്പിൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഒന്നാമത്തെ എന്തായിരുന്നു? ആർ പ്ലസ് എന്ന് പറയുന്നത് ആയിരിക്കണം ഒരു അബീലിയൻ ഗ്രൂപ്പ് ആയിരിക്കണം. പിന്നെ രണ്ടാമത്തത് എന്ന് പറയുന്നത് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് അസോസിയേറ്റീവ് ആണ്. അതുപോലെ തന്നെ എന്തുകൂടി വേണം? മൾട്ടിപ്ലിക്കേറ്റീവ് എന്ന് പറഞ്ഞാൽ അസോസിയേറ്റീവ് ആയിരിക്കണം. അതുപോലെ തന്നെ എന്തുകൂടി ആയിരിക്കണം? നമുക്ക് ഡിസ്ട്രിബ്യൂട്ടീവിലോ ലെഫ്റ്റ് ഡിസ്ട്രിബ്യൂട്ടീവിലോ റൈറ്റ് ഡിസ്ട്രിബ്യൂട്ടീവിലോ എന്ത് ചെയ്യണം? സാറ്റിസ്ഫൈ ചെയ്യണം. അത്തരത്തിൽ വരുന്ന നോൺ എംപ്റ്റി സെറ്റ് വിത്ത് 2 ബൈനറി ഓപ്പറേഷനെ നമ്മൾ എന്ത് പറയുന്നത്? റിംഗ് എന്ന പേരിൽ നമ്മൾ അറിയപ്പെടുന്നത്. അപ്പം ഇതേ റിംഗ് തന്നെയാണ് ഫീൽഡ് ആയിട്ട് നമ്മൾ പറയുന്നത്. അപ്പോൾ ഒരു റിംഗ് തന്നെയാണ് എന്താവുന്നത്? ഫീൽഡ് ആവുന്നത്. ഇത് ഒരു ചെറിയ കണ്ടീഷനും കൂടെ സാറ്റിസ്ഫൈ ചെയ്താൽ മതി. ഒരു റിംഗ് ഫീൽഡ് ആവണമെന്നുണ്ടെങ്കിൽ ഫീൽഡ് ആവണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കണം? ആ റിംഗ് മൾട്ടിപ്ലിക്കേഷൻ ഒരു ബൈനറി ഓപ്പറേഷൻ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ മൾട്ടിപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് എന്തായിരിക്കണം? ഒരു അബീലിയൻ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? അത്തരം റിംഗുകൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഫീൽഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഫീൽഡ് എന്ന് പറഞ്ഞാൽ ആ റിംഗിന്റെ 3 ആക്സിയംസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. പ്ലസ് അതിന്റെ കൂടെ എന്തും കൂടെ ഉണ്ട്? അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ ആർ ഇസ് ആൻ അബീലിയൻ ഗ്രൂപ്പ്. മൾട്ടിപ്ലിക്കേഷൻ കേസിലും ആർ എന്തായിരിക്കും? അബീലിയൻ ഗ്രൂപ്പ്. മൾട്ടിപ്ലിക്കേഷൻ കേസിൽ ആർ അബീലിയൻ ഗ്രൂപ്പ് ആവുമെന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? മൾട്ടിപ്ലിക്കേഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണെന്ന് പോവുകയാണ്. അതുപോലെ തന്നെ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റിയും മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സും എക്സിസ്റ്റ് ചെയ്യുന്നത് കാണിക്കണം. അപ്പൊ നമ്മുടെ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റിയെ നമ്മൾ യൂണിറ്റി എന്ന പേരിലാണ് നമ്മൾ വിളിച്ചിരുന്നത്. അതായത് ആ ഇങ്ങനെ എന്തായിരിക്കണം? ഒരു യൂണിറ്റി എക്സിസ്റ്റ് ചെയ്യണം. ഓക്കെ, യൂണിറ്റ് അല്ല യൂണിറ്റി. അപ്പൊ പറഞ്ഞു നോക്കാം. അതായത് ഞാൻ പറഞ്ഞത് ഒരു റിംഗ് ആർ എന്ന് പറയുന്ന ഒരു റിംഗ് ഫീൽഡ് ആവണമെന്നുണ്ടെങ്കിൽ ആർ പ്ലസ് ഡോട്ട് എന്ന് പറയുന്ന റിംഗ് ഫീൽഡ് ആവണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കണം? എന്ത് കണ്ടീഷൻ ചെയ്യണം? ആർ ഡോട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഇസ് എ അബീലിയൻ ഗ്രൂപ്പ്. ആർ ഡോട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഒരു അബീലിയൻ ഗ്രൂപ്പ് ആയിരിക്കണം. ഓക്കെ, ആർ ഡോട്ട് അബീലിയൻ ഗ്രൂപ്പ് ആണെന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താ? ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് മൾട്ടിപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഡോട്ട് മൾട്ടിപ്ലിക്കേഷൻ ഈസ് കമ്മ്യൂട്ടേറ്റീവ് അല്ലെ. കമ്മ്യൂട്ടേറ്റീവ് ആയിരിക്കണം മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തത് എന്താണ്? മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി അതുപോലെ തന്നെ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഇൻവേഴ്സ് എന്ത് ചെയ്യണം? എക്സിസ്റ്റ് ചെയ്യണം. ഈ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റിയെ നമ്മൾ എന്താ വിളിച്ചിരുന്നത്? യൂണിറ്റി എന്ന് വിളിച്ചിരുന്നത്. അതായത് ഒരു റിംഗിൽ യൂണിറ്റി എക്സിസ്റ്റ് ചെയ്യണം, യൂണിറ്റി ഉണ്ടാവണം. അതുപോലെ തന്നെ എന്തുണ്ടാവണം? ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യണം. അത്തരത്തിലുള്ള റിംഗുകളെ വിളിക്കുന്ന പേരാണത് ഫീൽഡ്. ഓക്കെ, അപ്പം ഓൾറെഡി നമുക്ക് ആ 3 ആക്സിയംസ് റിംഗിന്റെ 3 ആക്സിയംസോടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. പ്ലസ് അതിന്റെ കൂടെ ഈ ഒരു ഫീച്ചറും കൂടെ വരും. അതായത് ആർ ഡോട്ട് ഇസ് അബീലിയൻ ഗ്രൂപ്പ്. ആർ ഡോട്ട് അബീലിയൻ ഗ്രൂപ്പ് എന്ന് പറയാന് കമ്മ്യൂട്ടേറ്റീവ് ആണ് പോവുകയാണ്. അതുപോലെ തന്നെ ഐഡന്റിറ്റിയും ഇൻവേഴ്സും എക്സിസ്റ്റ് ചെയ്യുന്ന അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ ഐഡന്റിറ്റിയും ഇൻവേഴ്സും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് കാണിക്കണം. അപ്പം അവിടെ നമ്മൾ അസോസിയേറ്റിവിറ്റി കാണിക്കുന്നില്ല. കാരണം എന്താണ്? നമ്മൾ R2 എന്ന് പറയുന്ന ആക്സിയം എന്താണ്? മൾട്ടിപ്ലിക്കേഷൻ ഈസ് അസോസിയേറ്റീവ് എന്ന് പ്രൂവ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമ്മളത് പറയേണ്ട ആവശ്യമില്ല. അപ്പൊ ക്ലിയർ ആയല്ലോ? ഡെഫിനിഷൻ മോഡ് എഴുതി നോക്കിക്കോളും. A ring R with at least 2 elements is a field if non-zero element of R form abelian group under multiplication. അവിടെ അതിനെ പറഞ്ഞ കാര്യം തന്നെയാണ്. അബീലിയൻ ഗ്രൂപ്പ് ആയിരിക്കണം. ഓക്കെ, ആർ ഡോട്ട് എന്ന് പറയുന്ന അബീലിയൻ ഗ്രൂപ്പ് ആവാം. ഇവിടെ ഒരു അറ്റ്ലീസ്റ്റ് 2 എലമെന്റ്സ് എന്ന് പറയുന്നില്ല. അപ്പോ അറ്റ്ലീസ്റ്റ് 2 എലമെന്റ്സ് ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല? ഒരു റിംഗിനെ ഫീൽഡ് ആക്കാൻ കഴിയില്ല. അപ്പൊ സിംഗിൾട്ടൺ എലമെന്റിലെ സെറ്റ് ഒരിക്കലും എന്തായിരിക്കില്ല? ഫീൽഡ് ആവില്ല. ഓക്കെ, അതും കൂടെ അവിടെ മെൻഷൻ ചെയ്യുന്നുണ്ടാവില്ല. ക്ലിയർ? അവിടെ എന്താ ഫീൽഡ് എന്നുള്ളത്? ഫീൽഡ് എന്ന് പറഞ്ഞാൽ എന്താ? ജസ്റ്റ് ഇത്രയേ ഉള്ളൂ. ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഫീൽഡ് ഇസ് എ റിംഗ് വിച്ച് മൾട്ടിപ്ലിക്കേഷൻ ഈസ് അബീലിയൻ ഗ്രൂപ്പ്. which are with multiplication is an abelian group. Our condition മാത്രം I can add എന്തായിരിക്കും നമുക്ക് അത് ഫീൽഡ് ആയിട്ട് കണക്കാക്കാം.
ക്ലിയർ ആയാലും എന്താണ് ഫീൽഡ് എന്നുള്ളത്. ഓക്കെ, ഓക്കെ, നമുക്ക് ഇതിന്റെ റിമാർക്ക് പറയുന്നത്, റിമാർക്ക് അല്ല, അതിന് മറ്റു നെയിംസ്, ഒരു ചെറിയ കണ്ടീഷൻ പറയുന്നുണ്ട്. ഓക്കെ, നമ്മൾ സ്പെഷ്യൽ ടൈപ്സ് ഓഫ് റിംഗ് പഠിച്ച സമയത്ത് നമ്മൾ 3 റിംഗ്സിനെ കുറിച്ച് പറഞ്ഞിരുന്നു അല്ലെ. അതിൽ പെട്ടൊന്നായിരുന്നു ഡിവിഷൻ റിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഡിവിഷൻ റിംഗിന് സ്ക്യൂ ഫീൽഡ് എന്ന് പറയുന്ന പേരും കൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിരുന്നു. നിങ്ങൾ ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ? അതായത് ഡിവിഷൻ റിംഗ് നമ്മൾ സ്ക്യൂ ഫീൽഡ് എന്നും കൂടെ പറയുന്നുണ്ട്. അതിന്റെ റീസൺ ഞാൻ ഫീൽഡ് പറയുന്ന സമയത്ത് പറയാമെന്നും പറഞ്ഞിരുന്നു. അതിന്റെ റീസൺ നമുക്ക് ഒന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് റിമാർക്ക് എന്ന് പറയുന്നത് ഫീൽഡ് ഈസ് എ കമ്മ്യൂട്ടേറ്റീവ് ഡിവിഷൻ റിംഗ് ആണ്. ഓക്കെ, അപ്പൊ എന്തായിരുന്നു നമ്മൾ ഡിവിഷൻ റിംഗ് എന്ന് പഠിച്ചത്? ഡിവിഷൻ റിംഗ് എന്ന് പറഞ്ഞാല് ഒരു റിംഗ് ഡിവിഷൻ റിംഗ് ആവണമെന്നുണ്ടെങ്കിൽ അതിൽ ഏത് നോൺ സീറോ എലമെന്റ് എന്തായിരിക്കണം? ഒരു യൂണിറ്റ് ആയിരിക്കണം അല്ലെ. അതല്ലേ ഡിവിഷൻ റിംഗ് എന്ന് പറയുന്നത് അല്ലെ. അതായത് ഒരു റിംഗ് ആർ എന്ന് പറയുന്ന റിംഗ് ഡിവിഷൻ റിംഗ് ആവണമെന്ന് എന്തായിരിക്കണം? every non-zero element is a unit. ഏതൊരു നോൺ സീറോ എലമെന്റ് എന്താണ്? യൂണിറ്റ് ആണെങ്കിൽ നമുക്ക് ആ റിംഗിനെ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഡിവിഷൻ റിംഗ് എന്ന് പറയാൻ പറ്റും. എന്തായിരുന്നു യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്ന എലമെന്റുകൾ നമ്മൾ വിളിക്കുന്ന പേരാണ് യൂണിറ്റ് എന്ന് പറയുന്നത്. മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്ന എലമെന്റ് യൂണിറ്റ്. അവിടെ പറഞ്ഞു ഡിവിഷൻ എന്നൊക്കെ പറയുന്ന സമയത്ത് യൂണിറ്റും യൂണിറ്റിയും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു അല്ലെ. അപ്പൊ ഇത്തരത്തില് നോൺ സീറോ എലമെന്റ്സിന്റെ കളക്ഷനെ നമ്മൾ ഡിവിഷൻ റിംഗ് എന്ന് പറയുന്നത്. ഈ ഡിവിഷൻ റിംഗിൽ എന്തുണ്ട്? ഡിവിഷൻ റിംഗിൽ എല്ലാ എലമെന്റ്സും എന്തുണ്ട്? മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്ന റിംഗ് ആണെന്ന് പറയുന്നത് ഡിവിഷൻ റിംഗ് എന്ന് പറയുന്നത്. അതാണ് കമ്മ്യൂട്ടേറ്റീവ് ആവുന്നത്. അപ്പൊ കമ്മ്യൂട്ടേറ്റീവ് ഡിവിഷൻ റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ആ ഡിവിഷൻ റിംഗ് എന്താവുക? കമ്മ്യൂട്ടേറ്റീവ് ആണ്. അപ്പൊ ഡിവിഷൻ റിംഗ് കമ്മ്യൂട്ടേറ്റീവ് ആയി കഴിഞ്ഞാൽ എന്തായിട്ട് മാറിയും? അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ എന്തായിട്ട് മാറി? ഒരു അബീലിയൻ ഗ്രൂപ്പ് ആയിട്ട് മാറിയില്ലേ? അപ്പൊ അതെന്തായും ഫീൽഡ് ആയി മാറും. ക്ലിയർ? മനസ്സിലായോ? അതായത് ഡിവിഷൻ റിംഗ് കമ്മ്യൂട്ടേറ്റീവ് ആവുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇത് ഫീൽഡ് ആണെന്ന് പറയാൻ പറ്റും. ക്ലിയർ? ഓക്കെ, നമ്മൾ ഡിവിഷൻ റിംഗ് പറയുന്ന സമയത്ത് കമ്മ്യൂട്ടേറ്റീവ് പറയുന്നില്ല. ഡിവിഷൻ റിംഗ് എന്തേ ഉള്ളൂ? ഡിവിഷൻ റിംഗ് എന്ന് പറഞ്ഞാൽ ആ റിംഗിലെ ഏതൊരു നോൺ സീറോ എലമെന്റിനെ എടുത്താലും അതെന്തായിരിക്കണം? യൂണിറ്റ് ആയിരിക്കണം. അല്ലെങ്കിൽ അതിന് എന്ത് എക്സിസ്റ്റ് ചെയ്യണം? മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യണം. അങ്ങനെ ഏത് പറഞ്ഞിരുന്നത്. അപ്പോ ആ ഈ ഡിവിഷൻ റിംഗിൽ എന്തുണ്ട്? ഡിവിഷൻ റിംഗിലെ ഏതൊരു എലമെന്റ് നോൺ സീറോ എലമെന്റ് എടുത്താലും അതിനൊക്കെ എന്തുണ്ട്? മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പ്ലസ് അവിടെ എന്തുകൊണ്ട് ആ റിംഗ് എന്താണ്? റിംഗ് യൂണിറ്റിയാണ്. അവിടെ എന്തുകൊണ്ട്? യൂണിറ്റിയും കൂടെ ഉണ്ട്. അപ്പൊ യൂണിറ്റി എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി ആണ്. ആ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റിയും മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് വരെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഡിവിഷൻ റിംഗ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി അത് ഫീൽഡ് ആവാൻ നമ്മളെ പഠിച്ച ഡെഫിനേഷൻ പറയാൻ എന്തേ ഉള്ളൂ? അത് കമ്മ്യൂട്ടേറ്റീവ് കൂടെ ആയ പോലെ കമ്മ്യൂട്ടേറ്റീവ് ഡിവിഷൻ റിംഗ് അപ്പൊ എന്തായാലും ഫീൽഡ് ആണ്. അപ്പൊ കമ്മ്യൂട്ടേറ്റീവ് ഡിവിഷൻ റിംഗ് ആണ് നമ്മൾ എന്ത് ഫീൽഡ് ആയിട്ട് പറയുന്നത്. അങ്ങനെ കൂടെ നമുക്കൊരു ഡെഫിനേഷൻ ഉണ്ട് കേട്ടോ. കമ്മ്യൂട്ടേറ്റീവ് ഡിവിഷൻ റിംഗ് ഇസ് എ ഫീൽഡ്, അങ്ങനെ പറയാൻ പറ്റും. അപ്പൊ നമുക്ക് ഒരു റിംഗ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു റിംഗ് വിത്ത് യൂണിറ്റ് എന്ന് പറയുന്ന റിംഗ് നമുക്ക് ഫീൽഡ് ആണെന്ന് പോയി നമ്മൾ എന്ത് കാണിച്ചാൽ മതി? അതിലെ ഏത് നോൺ സീറോ എലമെന്റ് എടുത്താലും അത് യൂണിറ്റ് ആണെന്ന് കാണിച്ചാലും മതി. അപ്പൊ നമ്മൾ യൂണിറ്റ് എന്ന് പറയാൻ അപ്പൊ ആ സമയത്ത് പറഞ്ഞിരുന്നു ഈ യൂണിറ്റി എന്നൊക്കെ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടേംസ് ആണെന്ന് പറഞ്ഞിരുന്നു. ക്ലിയർ ആണല്ലോ? അപ്പൊ എന്തുകൊണ്ടായിരിക്കും ഡിവിഷൻ റിംഗിനെ സ്ക്യൂ ഫീൽഡ് എന്ന് പറയുന്നത്? എന്തുകൊണ്ടായിരിക്കും? സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? അത് ഡിവിഷൻ റിംഗ് എന്ന് പറയുന്നത് എന്തല്ല? കമ്മ്യൂട്ടേറ്റീവ് അല്ല. അപ്പൊ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്താണ്? അത് ഫീൽഡ് ആയിട്ട് മാറുമായിരുന്നു. ആ ഒരൊറ്റ പ്രോപ്പർട്ടിക്ക് മാത്രമേ അവിടെ എന്ത് ചെയ്യുന്നുള്ളൂ? അല്ലെങ്കിൽ ആ ഒരൊറ്റ ആക്സിയം മാത്രം അവിടെ എന്ത് ചെയ്യുന്നുള്ളൂ? മിസ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ അതിന് എന്ത് പറയുന്നത്? സ്ക്യൂ ഫീൽഡ് എന്ന് പറയുന്നത്. ബാക്കി എല്ലാ കണ്ടീഷൻസും എന്ത് ചെയ്യുന്നുണ്ട്? ഡിവിഷൻ റിംഗ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ടാണ് നമ്മൾ അതിന് സ്ക്യൂ ഫീൽഡ് എന്ന് പറയുന്നത്. അതാണ് നിങ്ങൾ സെക്കൻഡ് റിമാർക്ക് എഴുതിയത്. നോൺ കമ്മ്യൂട്ടേറ്റീവ് ഡിവിഷൻ റിംഗ് ഈസ് കോൾഡ് സ്ട്രിക്ട്ലി സ്ക്യൂ ഫീൽഡ്. ഓക്കെ, സ്ട്രിക്ട്ലി സ്ക്യൂ ഫീൽഡ് അതാണ് സ്ക്യൂ ഫീൽഡ് എന്ന് പറഞ്ഞോളൂ. ഓക്കെ, സ്ട്രിക്ട്ലി സ്ക്യൂ ഫീൽഡ് ആണെങ്കിലും സ്ക്യൂ ഫീൽഡ് ആണെങ്കിലും രണ്ടും സെയിം തന്നെയാണ് കേട്ടോ. അപ്പം അതായത് ഡിവിഷൻ റിംഗില് മൾട്ടിപ്ലിക്കേഷൻ കമ്മ്യൂട്ടേറ്റീവ് കൂടെ ആവുകയാണെങ്കിൽ എന്തായിട്ട് മാറി? ഫീൽഡ് ആയിട്ട് മാറി. അപ്പൊ ആ ഒരൊറ്റ പ്രോപ്പർട്ടി മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, അല്ലെങ്കിൽ ഒറ്റ കണ്ടീഷൻ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? മിസ്സിംഗ് വരുന്നുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ എന്താ പറയുന്നത്? ഡിവിഷൻ റിംഗിനെ സ്ക്യൂ ഫീൽഡ് അല്ലെങ്കിൽ സ്ട്രിക്ട്ലി സ്ക്യൂ ഫീൽഡ് എന്നൊക്കെ പറയുന്നത്.
അപ്പൊ ആ ഒരു റിമാർക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമ്മൾ പലപ്പോഴും ഫീൽഡ് ആണെന്നൊക്കെ പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താ കാണിക്കുക, ഈ യൂണിറ്റ് ഡിവിഷൻ റിംഗാണ്, കമ്മ്യൂട്ടേറ്റീവ് ഡിവിഷൻ റിംഗാണ് കാണിക്കും. അല്ലെങ്കിൽ ആ റിംഗിലുള്ള എലമെന്റുകൾ എന്താണെന്ന് നമുക്ക് നമ്മൾ യൂണിറ്റ് ആണ് കാണിക്കും. രണ്ടും സെയിം തന്നെയാണ്. ഓക്കെ, അപ്പൊ ഞാൻ ഒന്നുകൂടി പറഞ്ഞത് നിങ്ങൾക്ക് ആ കാര്യങ്ങൾ ഒന്നുകൂടി വ്യക്തമാകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകാൻ വിചാരിക്കുന്നു. ആ ഒരു വ്യത്യാസം ക്ലിയർ ആയല്ലോ അല്ലെ, ആ ഒരു കോൺസെപ്റ്റിലുള്ള വ്യത്യാസം ഡിവിഷൻ റിംഗിന്റെയും കമ്മ്യൂട്ടേറ്റീവ് ഡിവിഷൻ റിംഗിന്റെയും ആ ഒരു വ്യത്യാസം ക്ലിയർ ആയല്ലോ അല്ലെ. ഓക്കെ ക്ലിയർ. അപ്പൊ നമുക്ക് അടുത്ത ഒരു എക്സാമ്പിളോട്ട് പോകാം. അപ്പൊ നമുക്ക് നമ്മളിപ്പോ കമ്മ്യൂട്ടേറ്റീവ് ഫീൽഡ് എന്താന്ന് പറഞ്ഞു, അതിന്റെ റിമാർക്കുകളൊക്കെ പറഞ്ഞു അല്ലെ. അപ്പൊ ഇനി നമുക്ക് ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. For that a set R of ordered pair AB of real numbers is a commutative ring with unity under compositions, addition and multiplication of ordered pair defined as A, B plus C, D equal to A plus C, B plus B and A, B into CD equal to AC, BD for all A, B, C, D belongs to capital R. Is R is a field. നമുക്ക് എന്താ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്, നമ്മൾ എടുത്ത സെറ്റ് എന്ന് പറയുന്നത് R എന്ന് പറയുന്ന സെറ്റ് എന്താ, AB എന്ന് പറയുന്ന ഓർഡേർഡ് പെയറുകളുടെ കളക്ഷനാണ്. A എന്ന് പറയുന്ന റിയൽ നമ്പറാണ്, B എന്ന് പറയുന്നത് റിയൽ നമ്പറാണ്. ഈ ഓർഡേർഡ് പെയറിന്റെ കളക്ഷനാണ് നമ്മൾ എന്തെടുത്തത്, R എന്ന് പറഞ്ഞിട്ടുള്ളത് എടുത്തത്. ആ R എന്ന് പറയുന്നത് കമ്മ്യൂട്ടേറ്റീവ് റിംഗ് വിത്ത് യൂണിറ്റി ആണെന്ന് കാണിക്കണം. ഫസ്റ്റ് അതാ പ്രൂവ് ചെയ്യേണ്ടത്. അണ്ടർ ദിസ് ഡിഫൈൻ ചെയ്തിട്ടുള്ള ഓർഡേർഡ് പെയറിന്റെ അഡിഷൻ മൾട്ടിപ്ലിക്കേഷൻ. ഓക്കെ, അപ്പൊ കമ്മ്യൂട്ടേറ്റീവ് റിംഗ് വിത്ത് യൂണിറ്റി എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താ, യൂണിറ്റ് അല്ല യൂണിറ്റി കേട്ടോ. യൂണിറ്റി എന്ന് വെച്ചാല് കമ്മ്യൂട്ടേറ്റീവ് റിംഗ് വിത്ത് യൂണിറ്റി എന്ന് പറഞ്ഞാൽ ആണെങ്കിൽ എന്തുണ്ട്, മൾട്ടിപ്ലിക്കേറ്റീവ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് കമ്മ്യൂട്ടേറ്റീവ് ആണ്. ഓക്കെ, അപ്പൊ ആ ആദ്യം എന്ത് കാണിക്കണം, ആ ഈ ഒരു സെറ്റ് എന്ന് പറയുന്നത് അണ്ടർ ദിസ് ബൈനറി കോമ്പോസിഷൻസ് എന്താന്ന് കാണിക്കണം, ഒരു റിംഗ് ആണെന്ന് കാണിക്കണം. പ്ലസ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് കമ്മ്യൂട്ടേറ്റീവ് എന്ന് കാണിക്കണം. അതോടുകൂടെ അവിടെ മൾട്ടിപ്ലിക്കേറ്റീവ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നത് കാണിക്കണം. പിന്നെ എന്തും കൂടി ചെക്ക് ചെയ്യണം, അങ്ങനെയാണെങ്കിൽ ഇതൊരു ഫീൽഡ് ആയിരിക്കുമോ എന്നും കൂടി നമുക്ക് എന്ത് ചെയ്യണം, ചെക്ക് ചെയ്യണം. ഓക്കെ, നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ കുറച്ചൊരു ലെങ്തി ആണ്, കാരണം കുറച്ചധികം ചെയ്യാനുണ്ട്. നമുക്ക് അതിലോട്ട് പോവാം. അതിന് മുമ്പ് ഞാൻ ഇതൊന്ന് റബ് ചെയ്യാണ്, ക്വസ്റ്റ്യൻ ഒന്ന് റബ് ചെയ്യണം കേട്ടോ. നമ്മള് അഡിഷനും അതുപോലെ മൾട്ടിപ്ലിക്കേഷനും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിഫൈൻ ചെയ്തിട്ടുണ്ട് അല്ലെ. അപ്പൊ അത് ജസ്റ്റ് ഞാൻ എഴുതി വെക്കുകയാണ്. അതായത് A, B plus C, D equal to A plus C, B plus D. അതുപോലെ തന്നെ A, B into C, D equal to AC into B. ജസ്റ്റ് ഞാൻ നമുക്ക് ഒരുപാട് ഉപയോഗിക്കേണ്ടി വരുമ്പോൾ ഞാൻ എഴുതി വെച്ചാണ്. ഇനി നമ്മൾ ആൻസറോട് കിടക്കും. നമുക്ക് ആദ്യം കാണിക്കേണ്ടത് ഒരു റിംഗ് ആണ് ആദ്യം കാണിക്കണം അല്ലെ. എന്താ റിംഗ് കാണിക്കാൻ ആക്സിയംസ് എന്തൊക്കെയായിരുന്നു, R1 എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് എന്താ കാണിക്കണം, R പ്ലസ് എന്ന് പറയുന്നത് എന്താന്ന് കാണിക്കണം, ഒരു അബീലിയൻ ഗ്രൂപ്പാണ് കാണിക്കണം ഫസ്റ്റ് അല്ലെ. അപ്പൊ അബീലിയൻ ഗ്രൂപ്പാണ് കാണിക്കണം. ഒന്നാമത്തെ ഫസ്റ്റ് ആക്സിയം R1 കാണിക്കാണ്. അപ്പൊ R1 വേണ്ടി ഫസ്റ്റ് നമ്മൾ എന്ത് കാണിക്കണം, നമുക്ക് എന്താ R1 ഫസ്റ്റ് എന്താണ്, R പ്ലസ് എന്ന അബീലിയൻ ആണ് പോവുകയാണ്. വി ഹാവ് ടു പ്രൂവ് ദാറ്റ് R പ്ലസ് ഇസ് അബീലിയൻ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ഫസ്റ്റ് കണ്ടീഷൻ അസോസിയേറ്റീവ് കാണിക്കണം. അസോസിയേറ്റിവിറ്റി ഓഫ് അഡിഷൻ, അഡിഷന്റെ അസോസിയേറ്റിവിറ്റി ആണ് കേട്ടോ, ഓഫ് അഡിഷൻ ഫസ്റ്റ് ആണ് അത് അസോസിയേറ്റിവിറ്റി ഓഫ് അഡിഷൻ. അപ്പൊ അതിനെ വേണ്ടി നമ്മൾ മൂന്ന് എലമെന്റ് എടുത്തു ആവുന്നുണ്ട് പറയുമ്പോൾ A, B, C, D അതുപോലെ E, F is belongs to capital R. ഓക്കെ, അപ്പൊ അഡിഷന്റെ കേസിൽ ഇത് എന്ത് ചെയ്യുന്നുണ്ട്, കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ കാണിക്കണം. അപ്പൊ അതിന് ആദ്യം നമ്മൾ ചെയ്യുന്ന പറയുമ്പോൾ നമ്മൾ ഈ ആദ്യത്തെ A, B പ്ലസ് C, D ഇത് ആദ്യം ആഡ് ചെയ്തു. അതിലോട്ട് എന്താ ആഡ് ചെയ്യാണ്, EF നെ ആഡ് ചെയ്യാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു നമ്മൾ ഇതിനെങ്ങനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് നോക്കിക്കോളൂ കേട്ടോ. ഈക്വൽ ടു A പ്ലസ് C, B പ്ലസ് D പ്ലസ് E, F ആണല്ലോ, ഞാൻ ഡിഫൈൻ ചെയ്തു. ഇനി നമുക്ക് വീണ്ടും ഇതിലൂടെ ആഡ് ചെയ്ത് നമുക്ക് എന്താ വീണ്ടും ഇതൊരു ഓർഡർ പെയർ ആണ്, നല്ല ഓർഡർ പെയർ ആണ്. വീണ്ടും നമ്മൾ അഡിഷൻ ആ ഒരു റൂൾ ഉപയോഗിച്ചാൽ നമുക്ക് എന്ത് കിട്ടും, A പ്ലസ് C പ്ലസ് E
ബി പ്ലസ് ഡി പ്ലസ് എഫ് എന്ന് കിട്ടും. ആണല്ലോ ഓർഡർ പെയർ ആയിട്ട് എ പ്ലസ് സി പ്ലസ് ഇ അതുപോലെ തന്നെ ബി പ്ലസ് ബി പ്ലസ് ഡി എന്ന് കിട്ടും. അപ്പൊ നമുക്ക് അഡീഷൻ എന്ന് പറയുന്നത് എന്താ? ഇത് സാധാരണ റിയൽ നമ്പേഴ്സിന് അഡീഷനാണ്. ആ റിയൽ നമ്പേഴ്സിന് അഡീഷൻ എന്താ ആക്ച്വലി അസോസിയേറ്റീവ് ആണല്ലോ അല്ലെ. നമുക്ക് ഇതിന്റെ അകത്തുള്ള ഈ ഓപ്പറേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അസോസിയേറ്റീവ് കൊടുക്കാൻ പറ്റും. ദാറ്റ് ഈസ് എന്ത് കിട്ടും? എ പ്ലസ് സി പ്ലസ് ഇ ബി പ്ലസ് ഡി പ്ലസ് എഫ് എന്ന് കിട്ടും. കുഴപ്പമില്ലല്ലോ. എന്താ അഡീഷൻ എന്ന് പറയുന്നത് എന്താണ്? കമ്മ്യൂട്ടേറ്റീവ് ആണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തത്? അതിനെ ആ രൂപത്തിലൂടെ നമ്മൾ ചെയ്തു. ഇനി നമ്മൾ ഇതിൽ നിന്ന് സ്പ്ലിറ്റ് ചെയ്യാന്ന് വിചാരിച്ചു. ഞാൻ സ്പ്ലിറ്റ് ചെയ്തു. ഓക്കെ, ഇത് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എന്താ കിട്ടാന്ന് ഇപ്പൊ ഓർഡർ പെയർ ഡെഫിനിഷൻ സ്പ്ലിറ്റ് ചെയ്താൽ എ ബി പ്ലസ് എന്ത് കിട്ടും നമുക്ക്? സി പ്ലസ് ഇ ഡി പ്ലസ് എഫ് എന്ന് കിട്ടും അല്ലെ. നമ്മൾ അഡിഷന്റെ രൂപത്തിൽ സ്പ്ലിറ്റ് ചെയ്താൽ നമുക്ക് ആ രൂപത്തിൽ കിട്ടും. എ പ്ലസ് ബി പ്ലസ് സി പ്ലസ് ഇ എന്ന് കിട്ടും. അപ്പൊ അത് ആയില്ലേ? അതായത് നമുക്ക് എന്ത് കിട്ടി? 2 എലമെന്റ് ആദ്യം ആയത് അസോസിയേറ്റീവ് ആണ്. സോ therefore നമുക്ക് എന്ത് പറയാൻ പറ്റും? അഡിഷൻ ഈസ് അസോസിയേറ്റീവ്. അഡിഷൻ ഈസ് അസോസിയേറ്റീവ് ആണെന്ന് പറയാം. അഡിഷൻ എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടി നമുക്ക്? അസോസിയേറ്റീവ്. അഡിഷൻ എന്ന് പറഞ്ഞാൽ ഓർഡറുടെ പേരിന്റെ അഡിഷൻ കേട്ടോ. ഓർഡറുടെ പേരിന്റെ അഡിഷൻ എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടി? അസോസിയേറ്റീവ് ആണ് കിട്ടി. ഓക്കെ, ഫസ്റ്റ് പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഇനി രണ്ടാമത് എന്ത് കാണിക്കണം? ഐഡന്റിറ്റി എലമെന്റ് എക്സിസ്റ്റ് ചെയ്യുന്നത് കാണിക്കണം. നോക്കാം നമുക്ക് ഐഡന്റിറ്റി എലമെന്റ് ഉണ്ടോ. രണ്ടാമത്തെ എക്സിസ്റ്റൻസ് ഓഫ് ഐഡന്റിറ്റി. എക്സിസ്റ്റൻസ് ഓഫ് ഐഡന്റിറ്റി. അവിടെ നോക്കണം. നമുക്കറിയാം ആർ എന്ന് പറയുന്നത് എന്താണ്? സെറ്റ് ഓഫ് ഓൾ ഓർഡേഡ് പെയർസ് ആണ്. ആ ഓർഡേഡ് പെയർസ് എങ്ങനെ ഉണ്ടാക്കിയത്? റിയൽ നമ്പേഴ്സ് ഉപയോഗിച്ച ഓർഡേഡ് പെയർ ഉണ്ടാക്കിയത് അല്ലെ. അങ്ങനെയാണെങ്കിൽ നമ്മൾ എടുക്കുന്ന നോക്കുമ്പോൾ നമുക്ക് എന്താ പറയാ? we have 0,0 belongs to R ആണ് പറയാം. കാരണം 0 എന്ന് പറയുന്നത് റിയൽ നമ്പർ ആണ്, R എന്ന് പറയുന്നത് റിയൽ നമ്പർ ആണ്. അപ്പൊ അത് 0 എന്ന് പറയുന്നത് റിയൽ നമ്പർ ആണ്, രണ്ട് റിയൽ നമ്പേഴ്സ് ആണ്. അതുകൊണ്ട് ഉണ്ടാക്കുന്ന ഓർഡേഡ് പെയർ ഉണ്ടായിരുന്നു ക്യാപിറ്റൽ R ഉണ്ടായിരുന്നു. then choose any a, b belongs to capital R. a, b എന്ന ക്യാപിറ്റൽ R എടുത്തു. നമ്മൾ ഇതിനെ ആഡ് ചെയ്തു. അതായത് a, b plus 0,0 equal to എന്താ കിട്ടും നമുക്ക്? a plus 0, b plus 0 ആണല്ലോ. which is equal to നമുക്ക് എന്ത് പറയാൻ പറ്റും? a, b എന്ന് പറയാൻ പറ്റും ആണല്ലോ. അതായത് a, b plus 0,0 equal to a plus b എന്നുണ്ട്. which is equal to എന്താണ്? which is equal to 0,0 plus a, b. എന്നിട്ട് കൂടെ അതായത് 0 എന്ന് പറയുന്നത് എന്താണ്? ഇവിടുത്തെ 0 എന്ന് പറയുന്നത് എന്താണ്? ഐഡന്റിറ്റി എലമെന്റ് ആണ്. therefore 0 since നമുക്ക് എന്ത് കിട്ടി? 0,0 is the identity element. 0,0 എന്ന് പറയുന്നത് ഇവിടുത്തെ ഐഡന്റിറ്റി എലമെന്റ് ആണ്. ഓക്കെ, അപ്പൊ ഐഡന്റിറ്റി എലമെന്റ് നമുക്ക് എന്ത് കാണിക്കണം? ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നത് കാണിക്കണം. നോക്കാം നമുക്ക്. ഇനിയൊക്കെ എളുപ്പമാണ്. എക്സിസ്റ്റൻസ് ഓഫ് ഇൻവേഴ്സ് ആണ് നമുക്ക് ചെയ്യാനുള്ളത്. നോക്കിക്കോ. അപ്പൊ ഐഡന്റിറ്റി 0,0 ആണെന്നില്ലേ? നോക്കാം നമുക്ക്. അടുത്ത എക്സിസ്റ്റൻസ് ഓഫ് ഇൻവേഴ്സ്. existence of inverse. Okay, choose any element എടുക്കാണ്. choose any a, b belongs to capital R. അങ്ങനെ ക്യാപിറ്റൽ R ന് a, b എടുത്തു. a ഉം b എന്താ? റിയൽ നമ്പേഴ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ then നമുക്ക് എന്ത് പറയാൻ പറ്റും? then minus a, minus b belongs to R ആയിരിക്കില്ലേ? a ഉം b റിയൽ നമ്പേഴ്സ് ആണെങ്കിൽ മൈനസ് a എന്ന് പറയുന്നത് റിയൽ നമ്പർ ആയിരിക്കും, മൈനസ് b എന്ന് പറയുന്നത് റിയൽ നമ്പർ ആയിരിക്കും. അപ്പൊ അത് ഉപയോഗിച്ച് നമ്മൾ ഓർഡർ പെയർ ഉണ്ടാക്കിയാൽ അവിടെ ഉണ്ടാവും ക്യാപിറ്റൽ R ഉണ്ടാവും ആണല്ലോ. ഞാൻ ഇത് രണ്ടും ആഡ് ചെയ്തു. ഓക്കെ, ദാറ്റ് ഈസ് a, b plus minus a, minus b എന്താ വെച്ചാ which is equal to a plus minus a, b plus minus b എന്ന് കിട്ടും. എന്താ a plus minus a എന്ന് പറഞ്ഞാൽ ഞാൻ അഡിഷൻ അകത്ത് വരുന്ന എന്താ? ഓർഡിനറി അഡിഷൻ ആണ്. അവിടെ വരുന്ന ഇതിന് ഇൻവേഴ്സ് ആണ് മൈനസ് a എന്ന് പറയുന്നത് ആണല്ലോ. അപ്പൊ എന്ത് കിട്ടും നമുക്ക്? 0 എന്ന് കിട്ടും. എന്താന്ന് കിട്ടും? 0 എന്ന് കിട്ടും. which is belongs to capital R ആണല്ലോ. അതേപോലെ തിരിച്ചെടുത്താലോ. അതായത് മൈനസ് a, മൈനസ് b ഇതേപോലെ തന്നെ വരും പ്ലസ് a, b ഈക്വൽ ടു
minus a plus a minus b plus b എന്ന് കിട്ടും. That is equal to 0, 0 എന്ന് കിട്ടും, which is also belongs to capital A. Therefore minus a minus b is the inverse of a, b. നമ്മൾ ഒരു ആർബിട്രറി എലമെന്റ് എടുത്തപ്പോൾ എന്ത് കിട്ടി? അത് ഇൻവേഴ്സ് എന്ന് കിട്ടി. Therefore ഇതിന് എന്ത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്? ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ r പ്ലസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഗ്രൂപ്പാണ് അല്ലേ? r പ്ലസ് എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പാണ്. ഇനി അബീലിയൻ ഗ്രൂപ്പ് ആണെങ്കിൽ എന്തുകൊണ്ട് കാണിക്കണം? കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടികൾ കാണിക്കണം. ഓക്കെ, അപ്പൊ കമ്മ്യൂട്ടേറ്റീവ് നോക്കണം. അടുത്ത കമ്മ്യൂട്ടേറ്റീവ് ഓഫ് അഡിഷൻ. Commutativity of addition. നോക്കിക്കോ. For any a comma b belongs to capital A, so a comma b belongs c comma d belongs to capital A. ഈ അഡിഷൻ എന്ത് കാണിക്കണം? കമ്മ്യൂട്ടേറ്റീവ് കാണിക്കണം. അതിന് ഞാൻ a comma b plus c comma d എടുക്കും. By the definition of ordered pair addition നമുക്ക് എന്ത് പറയാൻ പറ്റും? a plus c comma b plus d എന്ന് പറയാം. നമുക്കറിയാം എയും ബിയും സിയും ഡി ഒക്കെ എന്താണ്? റിയൽ നമ്പേഴ്സ് ആണ്. ആ റിയൽ നമ്പേഴ്സിന്റെ ഓർഡിനറി അഡിഷൻ എന്താണ്? കമ്മ്യൂട്ടേറ്റീവ് ആണ്. therefore നമുക്ക് ഇതിനെ എന്ത് കൊടുക്കാൻ പറ്റും? c plus a എന്ന് കൊടുത്തൂടെ? ഇത് നമുക്ക് d plus b എന്ന് കൊടുക്കാൻ പറ്റും. that may be equal to കൊടുക്കും. ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് എന്താ കിട്ടുക? c d plus a b എന്നല്ലേ? അല്ലേ? എന്ത് കിട്ടി നമുക്ക്? a b plus c d എന്ന് എന്ത് കിട്ടി നമുക്ക്? c d plus a b എന്ന് കിട്ടി. therefore this is commutative. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാനുണ്ട്? therefore r plus എന്ന് പറഞ്ഞാൽ ഓർഡേർഡ് പെയറിന്റെ അഡിഷൻ ആണ്. r plus is an abelian group. ഫസ്റ്റ് കണ്ടീഷൻ r1 എന്തായി? പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഫസ്റ്റ് കണ്ടീഷൻ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. അതായത് r plus എന്ന് പറയുന്ന അബീലിയൻ ഗ്രൂപ്പ് ആണ് കിട്ടി. ഇനി നമുക്ക് r2 എന്ന് പറയുന്നത് എന്താ? r1 ഓക്കെ അല്ലേ? അബീലിയൻ ഗ്രൂപ്പ് ആണ് കിട്ടി. ഇനി റിംഗാണെന്ന് കാണിക്കാൻ രണ്ട് ആക്സിയംസ് കൂടെ ഉണ്ട്. ഒന്നാമത്തേന്ന് പറയുന്നത് ഇനി അടുത്ത രണ്ടാമത്തെന്ന് പറയുന്നത് മൾട്ടിപ്ലിക്കേഷൻ എന്താ കാണിക്കണം? അസോസിയേറ്റീവ് എന്ന് കാണിക്കണം അല്ലെ? രണ്ടാമത്തെ r2 എന്ന് പറയുന്നത് we have to prove that multiplication is associative. Multiplication എന്താണ്? അസോസിയേറ്റീവ് എന്ന് കാണിക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ മൂന്ന് എലമെന്റുകൾ എടുക്കുകയാണ് നേരത്തെ എടുത്ത പോലെ തന്നെ. for any a, b, c, d, e, f belongs to capital. മൂന്ന് ഓർഡർ വേഗം എടുത്തു, ആറെന്ന് എടുത്തു. അങ്ങനെയാണെങ്കിൽ നമ്മൾ അത് മൂന്നൊന്ന് മൾട്ടിപ്ലൈ ചെയ്തു. അതായത് a, b into c, d into c, e, f which is equal to by the definition. ഇതിനകത്ത് നമ്മുടെ മൾട്ടിപ്ലിക്കേഷൻ ഡെഫിനിഷൻ ഉപയോഗിച്ചത് അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ac, bd ordered pair into ef. വേർഡ് നമ്മൾ എന്ത് ചെയ്യാണ്? ഇതൊരു ഓർഡർ പെയർ ആണ്, മറ്റൊരു ഓർഡർ പെയർ ആണ്. അത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടാൻ? ഇത് ഓർഡർ പെയർ ആണ് ആണല്ലോ. അവിടെ നമുക്ക് എന്ത് കിട്ടും? ace, bd, f എന്ന് കിട്ടും. ഓക്കെ, നമുക്കറിയാം ഈ എയും സിയും ഇയും എഫ് ഒക്കെ എന്താണ് ഒരു റിയൽ നമ്പേഴ്സ് ആണ്. റിയൽ നമ്പേഴ്സിന് എസിന് അകത്ത് വരുന്ന എന്താണ്? ഓർഡിനറി അഡിഷനും ഓർഡിനറി മൾട്ടിപ്ലിക്കേഷൻ ആണ്. സോ ഇതിനകത്ത് ബ്രാക്കറ്റിന്റെ അകത്ത് വരുന്ന എന്താണ്? ഓർഡിനറി മൾട്ടിപ്ലിക്കേഷൻ ആണ്. അത് അസോസിയേറ്റീവ് ആണ് നമുക്കറിയാം ആണല്ലോ. നമുക്ക് ഇതിനെ ആ ഒരു രൂപത്തിൽ നമുക്ക് ഇതിനെ മാറ്റാൻ പറ്റും. അതായത് എ ഇൻറ്റു സിഇ ബി ഇൻറ്റു ഡി എഫ് എന്ന് കിട്ടും. ഓക്കെ, നേരത്തെ ചെയ്ത പോലെ വീണ്ടും നമുക്ക് എന്താ കിട്ടുക? എ ബി ഇൻറ്റു അത് കിട്ടും സിഇ ഡി എഫ് എന്ന് കിട്ടും ആണല്ലോ. സിഇ ഡി എഫ് എന്ന് കിട്ടും. ഇതിന് വീണ്ടും സ്പ്ലിറ്റ് ചെയ്ത് കിട്ടും നമുക്ക് എ ബി ഇൻറ്റു എന്ത് കിട്ടും? സി ഡി ഇൻറ്റു ഇ എഫ് എന്ന് കിട്ടും. ഓക്കെ, എന്ത് കിട്ടി നമുക്ക്? അസോസിയേറ്റ് എന്ന് കിട്ടിയില്ലേ? മൾട്ടിപ്ലിക്കേഷൻ അസോസിയേറ്റ് എന്ന് കിട്ടിയില്ലേ? therefore multiplication is associative. മൾട്ടിപ്ലിക്കേഷൻ എന്താണെന്ന് കിട്ടി? അസോസിയേറ്റീവ് ആണെന്ന് കിട്ടി. ഇനി എന്ത് കാണിക്കണം? നമുക്ക് എന്ത് കാണിക്കണം? ഡിസ്ട്രിബ്യൂട്ട്. മൂന്നാമത്തെ ആർസൈ എന്ന് പറയുന്നത് മൂന്നാമത്തെ ആക്സിയം, റിങ്ങിന്റെ മൂന്നാമത്തെ ആക്സിയം എന്തായിരുന്നു? ഡിസ്ട്രിബ്യൂട്ടീവ് ലോ പോവുകയാണ്. ഡിസ്ട്രിബ്യൂട്ടീവ് ലോ കാണിക്കണം. ഓക്കെ, ആർസൈ. ഓക്കെ,
അതായത് രണ്ട് ഡിസ്ട്രിബ്യൂട്ടീവ് കാണിക്കണം. നമ്മൾ ഒന്നേ കാണിക്കുന്നുള്ളൂ, എന്നിട്ട് നമ്മളത് മറ്റും കൂടി ഉണ്ടെന്ന് കാണിക്കണം. ഓക്കെ, നമ്മൾക്ക് നോക്കുക. ചൂസ് എനി എ കോമ ബി കോമ സി ഡി കോമ ഇ എഫ് ബിലോങ്സ് ടു ആർ. ഓക്കെ, അതായത് നമ്മൾ ലെഫ്റ്റ് ഡിസ്ട്രിബ്യൂട്ടീവ് നോക്കാം. അതായത് എ കോമ ബി ഇൻറ്റു സി കോമ ഡി പ്ലസ് ഇ കോമ എഫ്. ഇതെന്താ കിട്ടും നമുക്ക്? ഇതിന്റെ ബ്രാക്കറ്റിന്റെ അകത്തുള്ള അഡീഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അതിനെ എക്സ്പാൻഡ് ചെയ്യാം. അപ്പൊ എന്ത് കിട്ടും? എ കോമ ബി ഇൻറ്റു സി പ്ലസ് ഇ കോമ ഡി പ്ലസ് എഫ് എന്ന്. ഓക്കെ, നമുക്ക് ഇത് രണ്ട് ഓർഡർ പെയർസ് ആണ്. ആ രണ്ട് ഓർഡർ പെയർ മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് കിട്ടാം വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? എ ഇൻറ്റു സി പ്ലസ് ഇ കോമ ബി ഇൻറ്റു ഡി പ്ലസ് എഫ് എന്ന് കിട്ടും ആണല്ലോ. വിച്ച് ഈസ് ഈക്വൽ ടു നമുക്കറിയാം യൂഷ്വൽ അഡിഷൻ യൂഷ്വൽ മൾട്ടിപ്ലിക്കേഷൻ എന്ത് ചെയ്യുന്നുണ്ട്? ഡിസ്ട്രിബ്യൂട്ടീവ് ലോ എന്ത് ചെയ്യുന്നുണ്ട്? സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. സോ അതിനകത്ത് വരുന്ന ഈ ടേംസ് എന്ത് ചെയ്യുന്നുണ്ട്? ഡിസ്ട്രിബ്യൂട്ടീവ് ലോ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. സോ നമുക്കൊന്ന് എക്സ്പാൻഡ് ചെയ്താൽ എ സി പ്ലസ് എ ഇ കോമ ബി ഡി പ്ലസ് ബി എഫ് എന്ന് കിട്ടും ആണല്ലോ. ബി ഇ പ്ലസ് ബി എഫ് എന്ന് കിട്ടും. ഓക്കെ, നമ്മളിതൊന്ന് സ്പ്ലിറ്റ് ചെയ്താൽ നമുക്ക് എന്താ കിട്ടാം നോക്കാം. ഇതൊന്ന് സ്പ്ലിറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഇതിന് പകരം എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഓർഡർ പെയർസിന് പകരം ഞാൻ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? എ സി ബി ഡി ദാറ്റ് ഈസ് ഈക്വൽ ടു ഇതിനെ സ്പ്ലിറ്റ് ചെയ്താൽ എ സി ബി ഡി പ്ലസ് എ ഇ ബി എഫ് എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇതിന് പകരമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓക്കെ, വീണ്ടും സ്പ്ലിറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഇതെന്ന് പറഞ്ഞാൽ എ കോമ ബി ഇൻറ്റു സി കോമ ഡി ആണ് പ്ലസ് ഇതെന്ന് പറഞ്ഞാൽ എ കോമ ബി ഇൻറ്റു ഇ കോമ എഫ് ആണ്. ഡിസ്ട്രിബ്യൂട്ടീവ് ആയില്ലേ? അതായത് ഇതിന് അകത്ത് മൾട്ടിപ്ലൈ നോക്കുന്നത് ഡിസ്ട്രിബ്യൂട്ടീവ് ആണ്. അപ്പൊ റൈറ്റ് ലെഫ്റ്റ് ഡിസ്ട്രിബ്യൂട്ടീവ് എന്ത് ചെയ്യുന്നുണ്ട്? സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. റൈറ്റ് ഇതുപോലെ തന്നെ വരിക, കാരണം ഇത് പൊതു വരുന്നേ ഉള്ളൂ. നമ്മൾ അത് പോവേ നിൽക്കൊന്നുമില്ല. അപ്പൊ ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യും? ഡിസ്ട്രിബ്യൂട്ടീവ് നമ്മൾ ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പൊ അത്രയും പറയുന്ന കണ്ടീഷൻ എന്ത് ചെയ്യും? നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. therefore നമുക്ക് എന്ത് പറയാൻ പറ്റും? R is a ring എന്ന് പറയാൻ. R എന്ന് പറയുന്നത് കിട്ടും ഒരു റിംഗ് ആണ്. ഇത് റിംഗ് ആണ്. പക്ഷെ നമുക്ക് എന്ത് കാണിക്കണം? കമ്മ്യൂട്ടേറ്റീവ് റിംഗ് വിത്ത് യൂണിറ്റി എന്ന് കാണിക്കേണ്ടത്. അപ്പൊ കമ്മ്യൂട്ടേറ്റീവിറ്റി ആണ്, കമ്മ്യൂട്ടേറ്റീവ് റിംഗ് ആണെന്ന് കാണിക്കാൻ മീനിങ് എന്താ? കമ്മ്യൂട്ടേറ്റീവ് റിംഗ് എന്ന് പറഞ്ഞാൽ മീനിങ് എന്താ? മൾട്ടിപ്ലിക്കേഷൻ കൂടെ എന്താവണം? കമ്മ്യൂട്ടേറ്റീവ് ആണ്. നമുക്ക് ആ ഒരു കണ്ടീഷനോട് നോക്കണം. ഇപ്പൊ റിംഗ് ആണെന്ന് ഓൾറെഡി നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി എന്ത്? മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഒരു കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? കമ്മ്യൂട്ടേറ്റീവ് റിംഗ് ആണെന്ന് പറയാൻ പറ്റും. ദെൻ നമ്മൾ ഐഡന്റിറ്റി എക്സിസ്റ്റ് ചെയ്യുന്നത് നോക്കാം. ഐഡന്റിറ്റി എക്സിസ്റ്റ് ചെയ്യുന്നത് നമുക്ക് എന്ത് പറയാൻ പറ്റും? കമ്മ്യൂട്ടേറ്റീവ് റിംഗ് വിത്ത് യൂണിറ്റി എന്ന് പറയാൻ പറ്റും. ഓക്കെ, അതിലോട്ട് നമ്മൾ കിടക്കുന്നത് അടുത്ത കമ്മ്യൂട്ടേറ്റിവിറ്റി ഓഫ് റിംഗിന്റെ കമ്മ്യൂട്ടേറ്റിവിറ്റി നമുക്ക് അടുത്ത് ചെക്ക് ചെയ്ത് നോക്കാം. മൾട്ടിപ്ലിക്കേഷന്റെ കമ്മ്യൂട്ടേറ്റീവ് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ അതിന് വേണ്ടി രണ്ട് എലമെന്റ്സ് ഞാൻ എടുക്കും. അതായത് എ കോമ ബി കോമ സി കോമ ഡി ബിലോങ്സ് ടു ക്യാപിറ്റൽ. ഈ രണ്ട് എലമെന്റ്സ് ഞാൻ എടുത്തു. മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. A comma B into C comma D equal to by the definition AC comma BD. സിമ്പിൾ ആണ്, ഇതൊക്കെ ഒന്നും ഇല്ല കേട്ടോ. നമുക്കറിയാം യൂഷ്വൽ മൾട്ടിപ്ലിക്കേഷൻ, ഓർഡിനറി മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ കമ്മ്യൂട്ടേറ്റീവ് ആണ്. അപ്പൊ ഇത് തിരിച്ചു കഴിഞ്ഞാൽ CA into DB എന്ന് എഴുതാൻ പറ്റും. That is equal to C into D, C comma D into A into B. Therefore multiplication is commutative. Therefore multiplication is കമ്മ്യൂട്ടേറ്റീവ് ആണ്. ഇനി നമുക്ക് കമ്മ്യൂട്ടേറ്റീവ് റിംഗ് ആണ്. ഇനി കമ്മ്യൂട്ടേറ്റീവ് റിംഗ് വിത്ത് യൂണിറ്റി കാണിക്കാൻ എന്ത് ചെയ്യണം? എക്സിസ്റ്റൻസ് ഓഫ് മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡിയ, അതായത് യൂണിറ്റി ഓഫ് എക്സിസ്റ്റൻസ് എന്ന് കാണിക്കാം അല്ലെ. അതായത് യൂണിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി ആയിരുന്നു അല്ലെ. അപ്പൊ അത് എക്സിസ്റ്റൻസ് കാണിക്കാം. എക്സിസ്റ്റൻസ് ഓഫ് മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി multiplicative identity. Okay, multiplicative identity exist ചെയ്യുന്നുള്ളത് നോക്കാം. We have, നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ we have
1,1 ബിലോങ്സ് ടു ആർ ആയിരിക്കുമല്ലോ. കാരണം എന്താ 1 എന്ന് പറയുന്ന എലമെന്റ് അറിയാം നമ്മളാ. 1,1 അവിടെ ഉണ്ടാവും, നമ്മുടെ സെറ്റിൽ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഞാൻ നോക്കുക, choose any a, b belongs to r. a and b ഒരു ഓർഡർ വേ കൊടുത്തു. ഇതിനോട് മൾട്ടിപ്ലൈ ചെയ്താൽ a, b into 1,1 എന്താ കിട്ടുക? a1, b1 എന്ന് കിട്ടും അല്ലേ? ആണല്ലോ. a1, b1 it is equal to എന്ത് കിട്ടും? a, b എന്ന് കിട്ടും. ആണല്ലോ. അതേപോലെ തന്നെ തിരിച്ച് ചെയ്താലോ 1 into ab എന്ന് പറഞ്ഞാൽ എന്താ കിട്ടുക? 1a into 1b എന്ന് കിട്ടും. that is equal to ab. കാരണം എന്താ യൂഷ്വൽ മൾട്ടിപ്ലിക്കേഷന്റെ യൂണിറ്റി ആണ് ആര് 1 എന്ന് പറയുന്നത്. സോ therefore 1,1 is multiplicative in identity, is unity എന്ന് പറയും. is unity, അതാണ് എന്ത് യൂണിറ്റി എന്ന് പറയുന്നത്. 1 എന്ന് പറഞ്ഞാൽ യൂണിറ്റി ആണ്. therefore r is a commutative ring with unity. ring with unity. അപ്പോൾ r എന്ന് പറയുന്നത് എന്താണ്? കമ്മ്യൂട്ടേറ്റീവ് റിംഗ് വിത്ത് യൂണിറ്റി ആണ് പോയത്. പക്ഷെ ലെങ്തി ആണ്, നമ്മൾ ഓരോന്നത് സിമ്പിൾ ആണെന്നാണ് നമ്മൾ ഓരോന്നത് ചെയ്തതാണ്. ഇനി നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടെ അതിൽ എക്സിസ്റ്റ് ചെയ്യണം. എന്തായിരുന്നു അവിടെ? അതൊരു ഫീൽഡ് ആയിരിക്കും എന്ന് ചോദിക്കുന്നുണ്ട് അല്ലെ. ദിസ് ഇസ് എ ഫീൽഡ്. ഈ ആർ എന്ന് പറയുന്നത് ഫീൽഡ് ആവുന്നത്. ഫീൽഡ് ആവാനുള്ള കണ്ടീഷൻ നമുക്ക് എന്താ അറിയാം? ഫീൽഡ് ആവണമെങ്കിൽ എന്തായിരിക്കണം? ആർ ഡോട്ട് എന്ന് പറയുന്ന അബീലിയൻ ഗ്രൂപ്പ് ആണ്. ആർ ഡോട്ട് എന്ന് പറയുന്ന അബീലിയൻ ഗ്രൂപ്പ് ആവണമെന്നുണ്ടെങ്കിൽ അവിടെ എന്തൊക്കെ ഉണ്ടാവണം? ഐഡന്റിറ്റി എക്സിസ്റ്റ് ചെയ്യണം, ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യണം, അതുപോലെ തന്നെ കമ്മ്യൂട്ടേറ്റീവ് ആണ്. ഇവിടെ കമ്മ്യൂട്ടേറ്റീവും ഐഡന്റിറ്റി നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് എന്തുകൊണ്ട് കാണിച്ചാൽ മതി? ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നതോ നോക്കിയാൽ മതി. അപ്പൊ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നത് നോക്കാം. നമ്മൾ ഏതെങ്കിലും നോൺ സീറോ എലമെന്റ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക? അത് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ നോക്കിയാൽ മതി. ഓക്കെ, ഒന്ന് നോക്കാം. നമുക്ക് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്ത് നോക്കാം. ചൂസ് എനി നോൺ സീറോ എലമെന്റ്. ഒരു നോൺ സീറോ എലമെന്റ് 0,3 എന്ന് പറയുന്ന എലമെന്റ് ആണ്. നോൺ സീറോ എലമെന്റ് ആണല്ലോ. 0,0 ആണെങ്കിൽ സീറോ എലമെന്റ്, നോൺ സീറോ 0,3 ആണ് എന്താണ്? ഒരു നോൺ സീറോ എലമെന്റ് ആണ്. ആ നോൺ സീറോ എലമെന്റ് ആണ് എടുത്തു. Let xy be the inverse. Let x, y be its inverse. നമ്മൾ അങ്ങനെ ഇൻവേഴ്സ് ഉണ്ട് എന്ന് കാണിച്ചിട്ട് കോൺട്രിബ്യൂഷൻ കാണിക്കാൻ നമ്മൾ. ഓക്കെ, xy എന്ന് പറയുന്നത് ഇൻവേഴ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ 0,3ന്റെ ഇൻവേഴ്സ് ആണ് xy എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? 0,3 into xy equal to എന്ത് കിട്ടും? യൂണിറ്റി കിട്ടും അല്ലേ? 1 നെക്സ്റ്റ് എന്താ കിട്ടും നമുക്ക്? 0 into x into 3 into y equal to 1,1. that is എന്ത് കിട്ടും? ഇത് 0 3y equal to എന്ത് കിട്ടും? 1,1. ഈ രണ്ട് ഓർഡർ ഈക്വൽ ആണെന്ന് പറഞ്ഞാൽ മീനിങ് എന്താ? ഫസ്റ്റ് കമ്പോണന്റ് ഇവിടുത്തെ ഫസ്റ്റ് കമ്പോണന്റ് ഈക്വൽ ആണ്. ഇവിടെ എന്ത് കിട്ടും? 0 equal to 0 എന്ന് കിട്ടും. അതുപോലെ തന്നെ 3y equal to 1 എന്ന് കിട്ടും. ഓക്കെ, അല്ലെങ്കിൽ y equal to കിട്ടും 1/3 എന്ന് കിട്ടും. ഇത് രണ്ടും പോസിബിൾ ആണോ? അല്ല. y 1/3 1/3 കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇത് പോസിബിൾ ആണോ? 0 equal to 1 അല്ല. this is a contradiction. which is a contradiction. Therefore this is R is not a field. നമ്മൾ ഫീൽഡ് അല്ല എന്ന് കാണിക്കും. ഫീൽഡ് നമ്മൾ എല്ലാ നോൺ സീറോ എലമെന്റ്സും നമുക്ക് എന്ത് കാണിക്കണം? ഇൻവേഴ്സ് ഉണ്ടെന്ന് കാണിക്കണം. നമ്മൾ ഒരു എലമെന്റ് എടുത്താൽ ഇൻവേഴ്സ് ഉണ്ടെന്ന് നമ്മൾ അസ്യൂം ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തത്. നമുക്ക് കോൺട്രിബ്യൂഷൻ കിട്ടി. 0 equal to 1 എന്ന് പറയുന്ന കോൺട്രിബ്യൂഷൻ കിട്ടി. അത് എക്സിസ്റ്റ് ഇമ്പോസിബിൾ ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഏതൊരു നോൺ സീറോ എലമെന്റ് എടുത്താലും നമുക്ക് എന്ത് പറയാൻ പറ്റും? അതിനൊരു ഇത് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറയാൻ പറ്റും. Therefore R is not a field. ഇത് ക്ലിയർ ആണല്ലോ? ഫീൽഡ് എന്താണെന്ന് നോക്കിയല്ലോ. അപ്പം ഓക്കെ ആണല്ലോ. ഫീൽഡിന്റെ എക്സാമ്പിൾസ് നമുക്ക് അടുത്ത എപ്പിസോഡുകളിൽ അടുത്ത വീഡിയോയിൽ ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇന്ന് നമുക്ക് ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡ് ചെയ്യാം. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് സുഹേസ് മാത്യു വേൾഡ്.